ഹായ് ഹലോ എല്ലാവർക്കും സ്റ്റൈൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കയ്യിൽ കുറേ ബാലൻസ് പീസുകൾ, അതായത് നമ്മൾ ചുരിദാറൊക്കെ അടിച്ചിട്ടും വേറെ എന്തെങ്കിലുമൊക്കെ ഡ്രസ്സ് അടിച്ചിട്ടും ബാക്കി വരുന്ന പീസുകൾ ഉണ്ടാവില്ലേ. അപ്പോൾ നമ്മൾ തയ്യൽ കടയിലൊക്കെ കൊടുത്തിട്ടുള്ളത് ചിലതൊക്കെ ബാലൻസ് നല്ല അധികം ഉണ്ടാകുമ്പോൾ അവർ തിരിച്ചു തരും. അങ്ങനെ കിട്ടിയിട്ടുള്ള കുറച്ച് മെറ്റീരിയൽസ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. ഇത് ചേച്ചീൻ്റെ ചുരിദാറിൻ്റെ പാൻറ്റിനും ലൈനിങ്ങിനും കൂടെ കിട്ടുന്ന ആ ഒരു മെറ്റീരിയലായിരുന്നു. അപ്പോൾ ചേച്ചി പാൻറ്റ് മാത്രം സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ, ലൈനിങ് വേറെ സെപ്പറേറ്റ് കൊടുത്തതായിരുന്നു. അപ്പോൾ അതിൻ്റെ ബാക്കി കഷ്ണം കുറച്ച് അധികം കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇത് 1 വർഷത്തോളമായി എൻ്റെ കയ്യിലിരിക്കൽ തുടങ്ങിയിട്ട്. പക്ഷേ ആ റെഡ് പീസ് ഇന്ന് കിട്ടിയതാണ്. അപ്പോൾ അതും കൂടെ കിട്ടിയപ്പോഴാണ് എന്ത് അടിക്കും എന്നുള്ള കാര്യം ഞാൻ ആലോചിച്ചിരുന്നപ്പോഴാണ് പെട്ടെന്ന് ഒരു ഐഡിയ എത്തിയത്. അപ്പോൾ പൊന്നൂസിന് സ്കേർട്ടും ടോപ്പും തയ്ക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നട്ടപ്പാതിര ഒരു 10:30-11 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ആ ഒരു സമയമൊക്കെ ആയപ്പോഴാണ് ഞാൻ ഇത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ആലോചിക്കുന്നത്. കയ്യിൽ എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ ചില സമയങ്ങളിൽ, അതായത് സ്റ്റിച്ചിങ് മൂഡ് ഓൺ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് അപ്പം തന്നെ സ്റ്റിച്ച് ചെയ്യണം തോന്നും. അങ്ങനെ തോന്നിയ സമയത്ത് ഞാൻ പെട്ടെന്ന് തന്നെ റൂമിലിരുന്നിട്ട് അങ്ങനെ സ്റ്റിച്ച് ചെയ്യാമെന്ന് കരുതി. പൊന്നൂസ് ഉറങ്ങിയിട്ടുണ്ട് കേട്ടോ. പൊന്നൂസിനൊരു ഡിസ്റ്റർബൻസൊക്കെ ആവും, എന്നാലും സാരില്ലാന്ന് വിചാരിച്ച് കുറച്ച് നേരം അങ്ങനെ സ്റ്റിച്ച് ചെയ്യാമെന്ന് കരുതി. പകൽ സമയത്തൊക്കെ ചിലപ്പോൾ മടി പിടിച്ചിട്ട് പിന്നെ ആ ഒരു ഭാഗത്തേക്ക് ചിന്തിക്കില്ല. അപ്പോൾ ആ ഒരു പീസ് കിട്ടിയപ്പോൾ എനിക്ക് ആ റെഡ് പീസ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുട്ടീൻ്റെ കല്യാണത്തിനൊക്കെ അവർ ഡ്രസ് കോഡൊക്കെ ആയിട്ട് സ്റ്റിച്ച് ചെയ്തതിൻ്റെ ഒരു ബാലൻസ് പീസ് വന്നതാണ് കേട്ടോ. അപ്പോൾ ആ ഒരു പീസും ഇതും കൂടെയൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്യുമെന്ന് അയച്ചപ്പോൾ സ്കേർട്ടും ടോപ്പും ഒരു ഷാളും കൂടിയൊക്കെ ആക്കിയിട്ട് സെറ്റ് ചെയ്യാമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. എത്രത്തോളം ശരിയാവുമെന്നൊന്നും അറിയില്ല. അങ്ങനെ ഞാൻ ആ ഒരു വലിയ പീസ് എടുത്തിട്ട് നമ്മൾ സ്കേർട്ടിന് വേണ്ടിയിട്ട് ഇത് മുറിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇത്രയും വലിയ പീസൊന്നും ആവശ്യമില്ല. പൊന്നൂസിൻ്റെ ആ ഒരു സ്കേർട്ട് വെച്ചിട്ട് ഞാൻ ഒന്ന് അളന്ന് കട്ട് ചെയ്തതാണ്. കിട്ടുന്ന ഭാഗം അത്രയും ഞെറിടുക എന്ന് വിചാരിച്ചു. ഇതൊന്നും കാര്യമായിട്ട് അടിച്ചിട്ട് കാര്യമല്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 1-2 തവണയൊക്കെ പൊന്നൂസ് ഇതിടുള്ളൂ. പക്ഷേ ഏതായാലും പുറത്തടിക്കാൻ കൊടുക്കുന്ന വേണ്ടല്ലോ, പൈസയും പോകുന്നില്ലല്ലോ. അതുകൊണ്ട് പിന്നെ അങ്ങനെ അടിക്കാമെന്ന് വിചാരിച്ചിട്ട് ആ ഒരു മൈൻഡിൽ അടിക്കുന്നതാണ്. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ അളവെടുത്തിട്ട് ചെറിയ കുട്ടിയൊക്കെ സ്കേർട്ടും ടോപ്പൊക്കെ അടിക്കുമ്പോൾ അവർക്ക് അത്ര കംഫർട്ടൊന്നും ഉണ്ടാവില്ല. പിന്നെ നമ്മളെ ഇഷ്ടത്തിന് വെച്ചിട്ട് ആ ഒരു പിടിച്ച് വലിച്ച് ഇടിയിക്കും, അത്രേ ഉള്ളൂ. അതുപോലെയാണ് പൊന്നൂസ്. അതായത് അവൾക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല, എന്നാലും ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇടും. അപ്പോൾ അത് 1-2 വട്ടമൊക്കെ ഇടുമ്പോഴേക്കും അത് ചെറുതാവാൻ സാധ്യത ഉണ്ട്. അതുകൊണ്ട് ഞാൻ അത്ര കാര്യമായിട്ടുള്ള സ്റ്റിച്ചിങ് ഒന്നും കൊടുക്കുന്നില്ല. കയ്യിൽ എനിക്ക് തോന്നിയ പോലെ അങ്ങോട്ട് കട്ട് ചെയ്യും, അങ്ങോട്ട് അടിക്കും, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതുപോലെ അടിക്കാനൊക്കെയാണ്. അപ്പോൾ അളവും കാര്യങ്ങളൊന്നുമില്ല. വേറൊരു ഡ്രസ്സ് വെച്ചിട്ട് ജസ്റ്റ് കഴുത്തിൻ്റെ ആ ഒരു ഭാഗം, ഷോൾഡറിൻ്റെ ഭാഗം മാത്രം ഒന്ന് നോക്കിയിട്ട് ഞാൻ ബാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തു എന്നുള്ളൂ. അപ്പോൾ അങ്ങനെ അടിക്കാൻ ആഗ്രഹമുണ്ട് എന്നാൽ അളവെടുക്കാൻ മടിയുള്ള കൂട്ടുകാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണെന്ന് വിചാരിച്ചോളൂ കേട്ടോ. ഇത് ഞാൻ ഒരു സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ടൊക്കെ ഇടണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതൊരു സ്റ്റിച്ചിങ് വ്ളോഗായിട്ട് മാറി. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പകുതിയിൽ നിന്ന് പറയാം കേട്ടോ. അങ്ങനെ നമ്മളിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്ക് ഭാഗം നമ്മൾ ഓപ്പൺ ആക്കി ഇടാൻ വേണ്ടിയിട്ട്, അതായത് അവിടെ ഒരു വള്ളി വെച്ചിട്ട് അവിടെ ലോക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ ആക്കിയിട്ട് കട്ട് ചെയ്യണം. പിന്നെ ഫ്രണ്ടും ബാക്കൊക്കെ ഞാൻ ഒരേ അളവിൽ തന്നെ കട്ട് ചെയ്യുന്നത്. പിന്നെ ബാക്ക് പീസ് എടുത്തിട്ട് സെപ്പറേറ്റ് ഒന്ന് കുറച്ചും കൂടെ ഇറക്കി കട്ട് ചെയ്യും. അങ്ങനെയൊക്കെയാണ് നമ്മളെ എളുപ്പപ്പണികൾ. അപ്പോൾ ഞാൻ ലൈനിങ് കൂടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഞാൻ മുന്നേ കയ്യിലുണ്ടായിരുന്ന വേറൊരു പീസിൻ്റെ ഇതെടുത്തിട്ടാണ് ലൈനിങ് എടുക്കുന്നത് കേട്ടോ. ഇത് ഞാൻ പ്ലേറ്റ് ഇട്ടിട്ടുള്ള ആ ഒരു കൈയാണ് വിചാരിക്കണത്, അതിനും കൂടെ കണ്ടിട്ടാണ്. അപ്പോൾ ഇതൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ഇരുന്ന് ആലോചിക്കണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ നല്ല ഭാഗം ഏതാ ചീത്ത ഭാഗം ഏതാ മനസ്സിലാവാതെ കുറേ നേരം നിന്നു. 2 ഭാഗം ഒരുപോലെ ഗ്ലൈസിങ് ഉണ്ടായിരുന്നു. പിന്നെ കട്ട് ചെയ്യുന്നതിൻ്റെ മുന്നേ ആണെന്നെങ്കിൽ ആ ഒരു ക്ലോത്തിൻ്റെ വക്കൊക്കെ നോക്കിയിട്ട് നമുക്ക് മനസ്സിലാക്കായിരുന്നു. അപ്പോഴൊന്നും നോക്കാതെ കട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് നല്ല ഭാഗം ചീത്ത ഭാഗം നോക്കാൻ തുടങ്ങിയത്. പിന്നെ ഞാൻ വിചാരിച്ചു കിട്ടിയ പോലെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്തു കേട്ടോ. അപ്പോൾ 2 ഭാഗം ഏകദേശം ഒരേപോലെയാണ്, അങ്ങനെ വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ ഞാൻ ഇഷ്ടപ്പെട്ട ഒരു ഭാഗം എടുത്തിട്ട് ഫ്രണ്ടും ഒന്ന് ബാക്കും ആക്കിയിട്ട് അങ്ങനെ കട്ട് ചെയ്തു. അങ്ങനെ നമ്മൾ സ്റ്റിച്ചിങ് ഭയങ്കര ജോറായിട്ട് നടക്കുന്നുണ്ട്. പൊന്നൂസ് ഒരു വഴിക്ക് ഉണരുന്നുണ്ട് കേട്ടോ. കാരണം ഇതിൻ്റെ മെഷീൻ്റെ സൗണ്ടൊക്കെ ഉണ്ടായിട്ട് അവൾ ഉണരുന്നുണ്ട്. അപ്പോൾ കുറച്ച് നേരമൊക്കെ ഓർക്കൊഴിച്ചിട്ട് ഇതൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം പകൽ സമയത്ത് ഇതിനൊന്നും മൂടുണ്ടാവില്ല. ചില സമയത്ത് കിട്ടി ബാലൻസ് സമയം കിട്ടുമ്പോൾ ഞാൻ കിടന്നുറങ്ങും. അങ്ങനെയൊക്കെ ആയിട്ട് പകൽ സമയം പോകും. അപ്പോൾ ഞാൻ കിട്ടിയൊരു മൂടുണ്ടായ സമയത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്തതാട്ടോ. പിന്നെ ഞാൻ കഴുത്ത് ഒക്കെ അടിക്കുന്ന സമയത്ത് സെപ്പറേറ്റ് പീസൊന്നും വെച്ച് കൊടുക്കാറില്ല. ലൈനിങ് ഉണ്ടെങ്കിൽ ആ ലൈനിങ് വെച്ചിട്ട് മറിച്ചിട്ട് കൊടുക്കാറാണ് പതിവ്. പിന്നെ ഈ 2 പീസുകൾ നമ്മൾ ഒന്നാക്കിയിട്ട് 2 സൈഡൊക്കെ ജോയിൻ ചെയ്തിട്ട് സിംഗിൾ പീസാക്കിയിട്ട് മാറ്റും.
അങ്ങനെയൊക്കെയാണ് എൻ്റെ സ്റ്റിച്ചിങ്. ഓരോരുത്തരും എങ്ങനെ സ്റ്റിച്ച് ചെയ്യണമെന്നറിയില്ല. ചിലത് എനിക്ക് ആഗ്രഹമുള്ള കാര്യങ്ങൾ മാത്രം ഞാൻ യൂട്യൂബിൽ നോക്കിയിട്ട് എങ്ങനെ സ്റ്റിച്ച് ചെയ്യണമെന്ന് നോക്കും. അല്ലാത്തതൊക്കെ ഞാൻ ഏകദേശം ഒരു ഊഹം വെച്ചിട്ട് അങ്ങനെ സ്റ്റിച്ച് ചെയ്യും. ഇത്രയും കാലമായിട്ടും അങ്ങനെ തന്നെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ പൊന്നൂസ് വന്നപ്പോൾ ചെറിയ ചെറിയ പീസ് മതി അവൾക്ക് ഡ്രസ്സ് തയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ കിട്ടുന്ന ഏത് പീസായാലും അതുകൊണ്ട് വേറെ എന്തൊക്കെ ഐഡിയയിൽ ഡ്രസ്സ് തയ്ക്കുക എന്നുള്ള ആ ഒരു ചിന്തയിലാണ് ഓരോന്നും ചെയ്യട്ടോ. ഒരു ചെറിയ കഷ്ണം കിട്ടിയാലും ഞാൻ എടുത്തേക്കും. വേറെ എന്തെങ്കിലും ഡ്രസ്സിൻ്റെ കൂടെയോ എന്തിൻ്റെയും കൂടെ അത് മിക്സ് ആൻഡ് മാച്ച് ആക്കിയിട്ട് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ആക്കിയിട്ട് എന്തിൻ്റെ ബാലൻസ് പീസ് കിട്ടിയിട്ടുണ്ടെങ്കിലും ഞാൻ അങ്ങനെ എടുത്തേച്ച് ഇതാക്കും. അപ്പോൾ ഈ ഒരു മെറ്റീരിയലും എനിക്ക് കിട്ടിയിട്ട് കുറേ കാലമായിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്നൊന്ന് അത് എന്തടിക്കുമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ആലോചിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ആ റെഡ് പീസ് കിട്ടിയപ്പോഴാണ് ഒരു ടോപ്പും സ്കേർട്ടും ഷാളും ആക്കിയിട്ട് അടിക്കാമെന്ന് വിചാരിച്ചത്. ഓൾറെഡി ഇപ്പോൾ അടുത്ത് അടിച്ചിട്ടുള്ള ഒരു സ്കേർട്ടും ടോപ്പും ഉണ്ട്. പിന്നെ നമുക്ക് തയ്ക്കാനൊന്നും പൈസ കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ, വെറുതെ ഇരിക്കുന്ന സമയത്തൊന്നും തയ്ക്കല്ലേ. ഇത്രയും നേരം ഇങ്ങനെ വിളവിളാ പറയുന്നതിൻ്റെ ഇടയിലാണ് ഞാൻ അവിടെ ഒരു ഇത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടിക്കാൻ തുടങ്ങിയ സമയത്താണ് എനിക്ക് ഒരു വള്ളി വേണമായിരുന്നു. അപ്പോൾ അതിനുള്ള പീസ് മുറിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് അടിച്ചതിന് ശേഷം മാത്രമേ ആ ബാക്ക് ഭാഗം നമുക്ക് അടിക്കാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ. അതിൻ്റെ ഇടയിലാണ് അത് ഓർമ്മ വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ആ ഒരു വള്ളി ആദ്യം അടിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ബാക്കിൽ വള്ളി വെച്ചിട്ട് കെട്ടാമെന്ന് വിചാരിച്ചു. കാരണം സിബൊക്കെ വെച്ച് മെനക്കിടണമെങ്കിൽ കുറച്ചധികം പണിയുണ്ട്. പിന്നെ അത് അത്ര സമയമൊന്നും ഇടുകയൊന്നുമില്ല. അപ്പോൾ പിന്നെ ഒന്നും കൂടി കംഫർട്ടായിട്ട്, സിബിനേക്കാളും കംഫർട്ടായിട്ട് ഈ ഒരു വള്ളിയാകുമ്പോൾ ഇടാനും ഊരാനും ഒക്കെ സുഖമാണ്. അപ്പോൾ ഞാൻ അധികം ഇതുപോലത്തെ വള്ളിയാവും വെക്കാറ്. കാരണം കുറച്ചൊന്ന് വണ്ണം വെച്ചാലും ഈ വള്ളിയാകുമ്പോൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. കുറച്ച് ലൂസാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ച് തടിച്ചാലും നമുക്ക് പറ്റും. പിന്നെ തടിക്കാനൊന്നും പോകുന്ന പ്രകൃതി അല്ല അവളത്. എന്നാലും ഞാൻ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് ഇതാണ് ഏറ്റവും കൂടുതൽ എല്ലാ സ്കേർട്ടും ടോപ്പിലും ഞാൻ ബാക്കിൽ വള്ളി വെക്കാറാണ് പതിവ് ഉണ്ടാവാറ്. അങ്ങനെ നമ്മൾ ഇതിനും അതുപോലെ തന്നെ ചെയ്തിട്ടാ. അങ്ങനെ 2 പീസ് വള്ളി നമ്മൾ വെച്ച് കൊടുക്കുന്നുണ്ട്. ഒരു വള്ളി മുകളിലും ഒന്ന് താഴത്തുമായിട്ടാണ് നമ്മൾ വെച്ച് കൊടുക്കുന്നത്. അങ്ങനെ ഈ ഒരു ഭാഗം പുറമറിച്ചെടുക്കണം. അപ്പോഴേക്കും നമ്മൾ ഈ ഒരു ടോപ്പിൻ്റെ ഒരു സൈഡ് ഓക്കെ ആയിട്ടുണ്ട്. ഇനി ഇതിന് ഒന്ന് നമ്മൾ സിംഗിൾ പീസാക്കിയിട്ട് സൈഡുകളൊക്കെ ഒന്ന് അടിച്ചു കൊടുത്ത് സിംഗിൾ പീസാക്കി എടുക്കുന്നുണ്ട്. അതുപോലെ നമ്മൾ മറ്റേ ഒരു ഭാഗം കൂടെ ചെയ്തെടുക്കണം കേട്ടോ. അങ്ങനെ നമ്മൾ സൈഡൊക്കെ ജോയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഇടയിൽ പൊന്നൂസ് ഒന്ന് ഉണർന്നു കേട്ടോ. അങ്ങനെ അവളെ ഞാൻ കുറച്ച് നേരം ഒന്ന് ഉറക്കാൻ വേണ്ടിയിട്ട് പോയി. പിന്നെ ഞാൻ വീണ്ടും സ്റ്റിച്ചിങ് തുടങ്ങിയിട്ടുണ്ട്. എപ്പോഴാണോ അവ കുറുമ്പ് കാട്ടുക, അതിന് മുന്നേ പരിപാടി തീർക്കണം എന്നുള്ള ഒറ്റ മൈൻഡിൽ മാത്രമാണ് ഈ സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. റെഡിയാവുന്നത്ര റെഡിയാവും അങ്ങനെയൊക്കെ ആലോചിച്ചിട്ടോ. അങ്ങനെ കാര്യമായിട്ട് തയ്ക്കുകയല്ലാത്തതുകൊണ്ട് നമ്മൾ അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കണമെന്നില്ല. ആട്ട് അടിക്കുക തന്നെ അത്ര തന്നെ ഉള്ളൂ. അപ്പോൾ ഇത് ഞാൻ വിചാരിക്കുന്നത് നമ്മളവിടെ ഒരു പൂരം നടക്കുന്നുണ്ട്. പൂരം എന്ന് പറഞ്ഞാൽ നമ്മുടെ ചാത്തല്ലൂർ അമ്പലത്തിൽ ഒരു പ്രതിഷ്ഠ 9 ദിവസത്തെ പരിപാടി ഉണ്ട് കേട്ടോ. അപ്പോൾ അന്നത്തേക്ക് നമ്മൾ അമ്പലത്തിൽ വെച്ചിട്ട് പരിപാടികളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ആ ഒരു ദിവസമൊക്കെ പോകുമ്പോൾ ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇപ്പം ഞാൻ ഈ തയ്ച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അതിൻ്റെ ഓർമ്മ വന്നത്. അപ്പോൾ അന്ന് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ നിൽക്കണം. അപ്പോൾ നമ്മൾ ബാക്ക് ഭാഗം ഇതുപോലെ കെട്ടിക്കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ബാക്കിൻ്റെയും മുന്നിൻ്റെയും പണി തീർന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഷോൾഡർ കൂട്ടി കൊടുക്കണം, സ്ലീവും കൂടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇത് ഒരു സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ട് കാണണ്ട. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ സ്ലീവ് അടിക്കുന്ന സമയത്ത് ഒരു സ്ലീവ് അടിച്ചു കഴിഞ്ഞിട്ട് മറ്റു സ്ലീവ് അതുപോലെ അടിക്കുകയാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വീഡിയോ ഓഫ് ചെയ്തു. വീഡിയോ ഓഫ് ചെയ്തതിന് ശേഷം വീണ്ടും ഞാൻ ബാലൻസ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ വീഡിയോയിൽ കാണുന്നുണ്ടെന്ന് കരുതിയിട്ടുള്ള ആ ഒരു പ്രതീക്ഷയിൽ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്നു. ഓഫ് ചെയ്ത വീഡിയോ ഓണാക്കാൻ മറന്നിട്ടുണ്ടായിരുന്നു. അത് കുറേ കഴിഞ്ഞപ്പോൾ ആ സ്കേർട്ടിൻ്റെ ടോപ്പിൻ്റെ പണിയൊക്കെ കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ വിചാരിച്ചു വീഡിയോ അപ്ലോഡ് ചെയ്യേണ്ടെന്ന് വിചാരിച്ചു. അതിന് ശേഷം പിന്നെ ഞാൻ ഏതായാലും ആഗ്രഹിച്ചിരുന്നതല്ല, ഇത്രയും നേരം വീഡിയോ എടുത്തതല്ലേ എന്നൊക്കെ വിചാരിച്ചിട്ട് ഒരു സ്റ്റിച്ചിങ് വ്ളോഗാക്കി മാറ്റിയതാണ്. അപ്പോൾ നമ്മൾക്ക് ഡീറ്റെയിൽ ആയിട്ട് നല്ലൊരു വീഡിയോ ആയിട്ട് ഇത് എങ്ങനെ തയ്ക്കണമെന്നൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതായത് അളവെടുക്കാതെ തയ്ക്കാൻ ഇഷ്ടപ്പെടുന്നവർക്ക് മാത്രം പറ്റിയിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു ടോപ്പ് വെച്ചിട്ട് കട്ട് ചെയ്യുന്ന രീതിയിൽ അടിക്കുള്ളൂ. കാരണം ഞാൻ ഇതുവരെ അളവെടുത്ത് നോക്കിയിട്ടില്ല. എനിക്ക് അളവെടുത്ത് അടിക്കാനുള്ള ഇൻട്രസ്റ്റും ഇല്ല. പക്ഷെ ഞാൻ എൻ്റെ ചുരിദാർ മാത്രമൊന്നുമല്ല, ഇവിടെ നമ്മളെ വീട്ടിലുള്ളവരതൊക്കെ ചിലതൊക്കെ ഇങ്ങനെ കുട്ടികളതൊക്കെ അടിച്ചു കൊടുക്കാറുണ്ട്. പക്ഷേ എല്ലാവരും ഞാൻ അതുപോലെ അളവെടുക്കാതെ അവരെ ഡ്രസ്സ് വെച്ചിട്ട് കട്ട് ചെയ്തിട്ടാണ് അടിക്കാറുള്ളത്. അളവെടുക്കാനുള്ളത് ശ്രമിച്ചിട്ടില്ല. അങ്ങനെ എങ്ങനെയാണ് അളവെടുക്കാനും നോക്കാനും പോയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ എടുത്ത് അടിക്കാനുള്ള ഇൻട്രസ്റ്റും ഇല്ല. അപ്പോൾ അതുകൊണ്ട് പിന്നെ അങ്ങനെ കാര്യമായിട്ട് അതിന് മെനക്കെട്ടില്ല. പിന്നെ നമ്മൾ പുറത്തേക്കൊന്നും അടിച്ചെടുക്കുന്നില്ലല്ലോ. അങ്ങനെയൊക്കെ അടിച്ചെടുക്കുമ്പോഴാണ് കറക്റ്റ് അളവിലും കാര്യങ്ങളിലൊക്കെ അടിച്ചെടുക്കേണ്ടത്. ഇത് ഞാനാകുമ്പോൾ ചുരിദാറൊക്കെ നമ്മൾ അടിക്കുന്ന സമയത്ത് കുറച്ച് ഷേപ്പ് ചെയ്യും, പിന്നെ ഒന്ന് ഇട്ട് വെക്കും, പിന്നെ ഷേപ്പ് ചെയ്യും, ഇട്ട് വെക്കും. അങ്ങനെ കറക്റ്റ് ഫിറ്റിംഗ് ആവുന്നവരെ അങ്ങനെ ഷേപ്പ് ചെയ്തുകൊണ്ടിരിക്കും. ഇതൊക്കെ ഭയങ്കര റിസ്ക്കുള്ള പരിപാടിയാണ്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം അത് ഏറ്റവും എളുപ്പമുള്ള പരിപാടി കിട്ടും. അങ്ങനെ നമ്മൾ ഈ ഒരു
സ്ലീവും കൂടെ അടിക്കുന്നവരെ നമ്മൾ ഈ ഒരു വീഡിയോ ഉണ്ടായിരിക്കുള്ളൂ. മറ്റേ സ്ലീവ് നമ്മൾ അതുപോലെ അടിച്ചിട്ട് സൈഡൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുന്നു. അതോടെ നമ്മുടെ ടോപ്പിൻ്റെ പരിപാടി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ടോപ്പ് അടിക്കാമെന്ന് മനസ്സിലായില്ലേ. ആ പ്ലീറ്റിട്ട് നമ്മൾ ആ ഒരു സ്ലീവിൻ്റെ ആ ഭാഗം നമ്മൾ പുറത്തേക്ക് പതിച്ചടിക്കുന്നുണ്ട്. കാരണം ആ അടിച്ച ഭാഗമൊന്നും പുറത്തേക്ക് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് അതിങ്ങനെ ചിറകെടുത്ത് ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനതൊന്ന് ഒതുങ്ങി കിട്ടാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് പതിച്ചടിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ആ ഒരു പരിപാടി കഴിഞ്ഞ് നമ്മുടെ ടോപ്പ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത ദിവസത്തിലേക്ക് കിടക്കുകയാണ്. ഇത് പിറ്റത്തെ ദിവസമാണ് കേട്ടോ. രാത്രിയിൽ നമ്മൾ ടോപ്പ് മാത്രമേ അടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ പൊന്നൂസ് ഉണർന്നിട്ട് നമുക്ക് സ്കേർട്ട് അടിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ വീഡിയോ എടുക്കണ്ടെന്നുള്ള മൈൻഡിലിരിക്കുകയായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ സ്കേർട്ടിൻ്റെ പ്ലീറ്റിൻ്റെ വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. ലൈനിങ് ഒക്കെ വെച്ച് അടിച്ചപ്പോഴാണ് ഏതായാലും ഇത്രയും വീഡിയോസ് മുന്നെടുത്തിരുന്നതല്ലേ എന്ന് വിചാരിച്ചിട്ട് ബാക്കി അങ്ങനെ ഇടാമെന്ന് വിചാരിച്ചിട്ട് എടുത്തത്. അങ്ങനെ സ്കേർട്ടിൻ്റെ ബേക്കിൽ നമ്മൾ പണ്ടത്തെ ഒരു പഴയ മുണ്ടിൻ്റെ പീസ് വെച്ചിട്ടാണ് ലൈനിങ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരു പട്ടയം അവിടെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അലാസ്റ്റിക് അല്ല, നമ്മൾ പട്ട് വെച്ചിട്ട് കൊളുത്താണ് വെക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ പാവാടയാണ് നമ്മൾ തയ്ക്കുന്നത്. സാധാരണ ഒരു പട്ടുപാട തയ്ക്കും പോലെ താഴ്ഭാഗം നമ്മൾ മടക്കി കൊടുത്തിട്ടുണ്ട്. കുറച്ചധികം വീതിയിൽ മടക്കി അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ സ്കേർട്ട് ഞൊറിവുള്ള സ്കേർട്ടും ആ ഒരു ടോപ്പും ആണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ പട്ടയൊക്കെ എങ്ങനെയാണോ വെക്കുക വെച്ചിട്ടുണ്ടെങ്കിൽ അതൊന്നും അറിയില്ല. ഇങ്ങനെയാണ് ഞാൻ വെക്കാറ്, അത്രേ ഉള്ളൂ. ഇതിൽ കഥയിൽ ചോദ്യമില്ല എന്ന് പറയുന്ന പോലെ ഈ അടിക്കുന്നതിൽ വേറെ ചോദ്യങ്ങളൊന്നുമില്ല. വീഡിയോ കണ്ടിരിക്കുക, ഇതുപോലെ കടിക്കുക എന്ന് മനസ്സിലാക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു സ്കേർട്ടിന് അടിക്കുന്ന ഈ ഒരു മെറ്റീരിയൽ ഭയങ്കര ഗ്ലേസിംഗ് ഉള്ള ഒരു മെറ്റീരിയലാണ്. അപ്പോൾ നന്നായിട്ട് ഇങ്ങനെ തിളങ്ങി മറിയുന്നുണ്ട്. അപ്പോൾ അതുപോലത്തെ ഒരു മെറൂണ് ക്ലോത്ത് ഉണ്ടായിരുന്നു. നമ്മൾ ഇപ്പോൾ ടോപ്പ് കട്ട് ചെയ്തപ്പോൾ വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, ആ ഒരു മെറൂണ് ക്ലോത്തും ഇതുപോലെ നല്ല ഗ്ലേസിംഗ് ഉണ്ട്. അപ്പോൾ രണ്ടും കൂടെ വെച്ച് നോക്കിയപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ ഈ സെയിം കളറിനെക്കാട്ടിലും രസം തോന്നിയത് ആ ഒരു മെറൂൺ കളർ ടോപ്പ് വെച്ചപ്പോഴാണ്. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും പെയർ ചെയ്യാമല്ലോ എന്ന് കരുതിയിട്ട് ഞാനിവിടെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ സൈഡ് കൂട്ടി കൊടുത്ത് രണ്ടും സെപ്പറേറ്റ് ആയിട്ടാണ് കേട്ടോ. ലൈനിങ്ങിൻ്റെ ഭാഗം വേറെ സെപ്പറേറ്റ് ആയിട്ട് കൂട്ടി കൊടുത്തു, താഴത്തെ പീസ് വേറെ സെപ്പറേറ്റ് ആയിട്ട് കൂട്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ സ്കേർട്ടും റെഡി ആയിട്ടുണ്ട്, നമ്മളെ ടോപ്പും റെഡി ആയിട്ടുണ്ട് കേട്ടോ. സൈഡ് കൂടെ ഉണ്ടായിരുന്ന നൂലൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് വൃത്തിയാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിമോ വല്ല അൽക്കൊലുത്ത് പണി നടത്തണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. ഇപ്പം ഏതായാലും വയ്യ, നമുക്ക് അത് വഴിയെ ഒരു വീഡിയോ ആയിട്ടൊക്കെ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഷാളിൻ്റെ രണ്ട് സൈഡും നമ്മൾ മടക്കി അടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത്രയും അടിച്ച് മതിയായിട്ടുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞപ്പോഴാണ് വേറൊരു പീസ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇതൊക്കെ നമ്മളെ കയ്യിലുണ്ടായിരുന്ന പഴയ കഷ്ണങ്ങളല്ല കേട്ടോ, പുതിയ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഡ്രസ്സൊക്കെ തയ്ച്ചതിൻ്റെ ഇത് യൂണിഫോമിൻ്റെ എന്തിൻ്റെയോ പീസാണെന്ന് തോന്നുന്നു. അങ്ങനെയൊക്കെ തയ്ച്ചതിൻ്റെ കഷ്ണങ്ങളിങ്ങനെ പുതിയതൊക്കെ ഉള്ളത് നമ്മൾ എടുത്ത് വയ്ക്കും. വലിയ കഷ്ണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ലാതെ തയ്ക്കാൻ പറ്റുന്ന വലുപ്പമൊക്കെ ഉണ്ടെങ്കിൽ എടുത്ത് വയ്ക്കും. ചെറുതാണെങ്കിൽ സ്ക്രഞ്ചീസൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ആ ഒരു സൈസാണെങ്കിൽ അതും എടുത്ത് വയ്ക്കും. അങ്ങനെ ഒരു കഷ്ണവും വെറുതെ കളയില്ല. എന്തിനെങ്കിലും എപ്പോഴെങ്കിലുമൊക്കെ ആവശ്യം വന്നാലോ എന്നുള്ളൊരു മൈൻഡിൽ എടുത്തേക്കുന്നതാണ്. അങ്ങനെ എടുത്തുവെച്ച് നിന്നപ്പോൾ ഞാൻ ഒക്കെ തിരഞ്ഞു നോക്കിയ സമയത്ത് ചേച്ചി തന്നിട്ടുണ്ടായിരുന്ന ഒരു പീസാണ് ഇത്. അപ്പോൾ ഇത് വെച്ചിട്ട് ഞാൻ ഇവയ്ക്കും അതുപോലെ തന്നെ നാദൂനും ഡ്രസ്സ് തയ്ച്ചിട്ടുണ്ടായിരുന്നു. നാദു ഇവിടെ അല്ലാത്തതുകൊണ്ട് അവളിടുന്ന വീഡിയോ നമുക്കിതിൻ്റെ കൂടെ ആഡ് ചെയ്യാൻ പറ്റില്ല. ഇവൻ്റെ മാത്രം ഞാൻ കാണിച്ചു തരാം കേട്ടോ. അതും നമുക്ക് ഫുൾ വീഡിയോ അല്ല കേട്ടോ. ഞാൻ വീട്ടിൽ എടുക്കണ്ടെന്ന് വിചാരിച്ച് ചെയ്ത ഒരു വർക്കായിരുന്നു. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഞാൻ അത്ര എളുപ്പത്തിൽ റെഡി ആവാത്ത രീതിയിൽ അടിച്ചതായിരുന്നു. കാരണം അതൊരു പോളിസ്റ്റർ മെറ്റീരിയലാണ്. അത് പൊന്നൂസ് തീരെ ഇടാവില്ല. എന്നാലും ആ പീസ് അവിടെ വെറുതെ കിടക്കണുണ്ടപ്പോൾ അടിച്ചതാണ്. അപ്പോൾ നമുക്ക് തണുപ്പുള്ള സമയത്തോ അങ്ങനെയൊക്കെ ആകുമ്പോൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ കംഫർട്ടാണ്. ഈ ചൂടത്ത് ഇത് കുറച്ച് കംഫർട്ട് കുറവുണ്ടാവും. അപ്പോൾ ഞാനൊരു നിക്കറും അതുപോലെ തന്നെ ടോപ്പായിരുന്നു സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരു 3/4 പാൻറ്റ് എന്നുള്ള രീതിയിലായിരുന്നു. അപ്പോൾ താഴ്ഭാഗത്ത് നമ്മൾ പാൻറ്റിൻ്റെ താഴ്ഭാഗത്താണ് ഈ പ്ലീറ്റ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. ഇതൊന്ന് പതിച്ചും കൂടി അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ താഴ്ഭാഗം ഓക്കെ. പിന്നെ സൈഡ് കൂട്ടി കൊടുക്കുക, ഒരു ഇലാസ്റ്റിക് വെക്കണം, അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ മനസ്സിലായി. അപ്പോൾ അതുപോലെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒന്നും ഫുൾ വീഡിയോ അല്ലാത്തത് കൊണ്ട് തന്നെ നമുക്കിതൊരു സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ട് ചെയ്യാൻ പറ്റില്ല. വീണ്ടും അത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മളിത് സൈഡൊക്കെ കൂട്ടി കൊടുത്ത് ഒരു പാൻറ്റിൻ്റെ രൂപത്തിലേക്ക് ആക്കി മാറ്റിയിട്ടുണ്ട്. പാൻറ്റല്ല, നിക്കറിനെക്കാട്ടിലും കുറച്ചും കൂടി ഇറക്കമുണ്ട്, എന്നാൽ പാൻറ്റും അല്ലാത്ത രീതിയിൽ 3/4 സൈസിലാണ് ഇത് കിടക്കുന്നത്. അപ്പോൾ നാദൂന് ഞാനൊരു ഫ്രോക്കായിരുന്നു തയ്ച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ അവളിവിടെ ഇല്ല. അപ്പം നമ്മൾ ഇത്രയും നേരം അടിച്ചതിൻ്റെ ഫൈനൽ ഔട്ട്പുട്ട് കാണണ്ടേ. അപ്പോൾ അതൊന്ന് കണ്ടുനോക്കാം. അപ്പോൾ ഇതാണ് നമ്മളെ സ്കേർട്ട്, അതിൻ്റെ ടോപ്പ്, അതുപോലെ തന്നെ ദുപ്പട്ട. ഇതിൻ്റെ ബാക്ക് ഭാഗത്ത് നമ്മൾ നേരത്തെ കാണിച്ചിട്ടുള്ള ആ ഒരു വള്ളിയാണ് സംഭവിക്കുന്നത്. ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ബാക്ക് ഭാഗം വരുന്നത്. അപ്പോൾ ഈ ഒരു മെറൂൺ ഷാളും കൂടെ വരുന്നുണ്ട്. ഇത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും സ്റ്റൈൽ ചെയ്യാം. പൊന്നൂസ് ഇത് സ്റ്റൈൽ ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾക്ക് എപ്പോഴെങ്കിലും വീഡിയോ ആയിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇത് പൊന്നൂസ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല.
പിന്നെ ഇതാണ് നമ്മളിപ്പോൾ അടിച്ചിട്ടുള്ള നിക്കറും അതുപോലെ തന്നെ ഒരു ടോപ്പും. ഇതിൻ്റെ ഫോട്ടോസ് ഞാൻ കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ലവ് ബൈ.